പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ ചേർന്ന് വരുവാൻ ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് ഈ പുതിയ പ്രഭാതം കാണുവാൻ ഉദിച്ചു വരുന്ന ഉദയസൂര്യൻ്റെ ആ പൊൻകിരണങ്ങൾ ഏൽക്കുവാൻ ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി നീതിസൂര്യൻ്റെ ആ പ്രഭ, ആ ശോഭ വഴികാട്ടിയായി തരുന്ന ആ പ്രകാശം അത് ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, ഈ ദിവസത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഇന്നത്തെ വേദ വചന ധ്യാന ചിന്തയ്ക്കായി 1 പത്രോസിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അപ്പോൾ ഇവിടെ ഒറ്റ വാക്ക പറയുന്നേ, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇവിടെ എന്നാൽ എന്നൊരു വാക്ക് കൂട്ടിച്ചേർത്താണ് പത്രോസിൻ്റെ ലേഖനമാണ് പത്രോസ് എഴുതുമ്പം ചിതറിപ്പാർക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വേണ്ടി തങ്ങളെപ്പോലെ വിലയേറിയ വിശ്വാസം ലഭിച്ച എല്ലാവർക്കും വേണ്ടി എഴുതുന്നത്. പക്ഷേ 5-ാമത്തെ അധ്യായമാകുമ്പോൾ മൂപ്പന്മാരെ, കൂട്ടുമൂപ്പന്മാരെ കുറിച്ചാണ് ഈ വചനം ഇങ്ങനെ എഴുതി വരുന്നത്. ദൈവത്തിന് ഹിതമാം വണ്ണം അവരെ നിങ്ങളുടെ കരത്തിന്റെ കീഴിലുള്ള ആടുകളെ മേയിപ്പീൻ. ഇടയനും ആടും തമ്മിലുള്ള ബന്ധവുമാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 4-ാമത്തെ വാക്യം എത്തുമ്പോഴത്തേക്ക് പറയും അങ്ങനെയാണെങ്കിൽ എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രതിഷ്ഠാകുമ്പോൾ. അപ്പം ഏത് വലിയ ഇടയനായിരുന്നാലും അത് തിരിച്ചൊരു വാക്കിൽ പറയാം, ഒരു ലീഡർ അല്ലെങ്കിൽ നയിക്കുന്നയാൾ, മുൻപിൽ നിൽക്കുന്നയാൾ, മാതൃകയായി നിൽക്കുന്നയാൾ, ഒരു കുടുംബത്തിലാണെങ്കിൽ ഒരു നാഥൻ, അല്ലെങ്കിൽ ഒരു പ്രായമായ മാതാവ്, ഒരു നാഥനായി ഒരു മാതൃകയായി നിൽക്കുന്ന ഒരാളെ കുറിച്ച് ആ ആൾ മറ്റുള്ളവരെ വഴി കാണിക്കും. ഒരു പാസ്റ്റർ തൻ്റെ സഭയെ വഴി കാണിക്കും. ഒരു പിതാവ്, ഒരു അപ്പച്ചൻ, ഒരു പിതാവ് തൻ്റെ മക്കളെ, കൊച്ചുമക്കളെ വഴി കാണിക്കും. ഒരു മാതാവ് തൻ്റെ കൂടെയുള്ളവരെ വഴി കാണിക്കും. ഒരു പ്രായമായ സഹോദരി തൻ്റെ പിൻഗാമികളായ സഹോദരിമാർക്ക് വഴികാട്ടിയാകും. ഒരു ലീഡർ അധികാരമോഹമില്ലാതെ, ദ്രവ്യാഗ്രഹമില്ലാതെ പിൻഗമിക്കുന്നവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന, പിൻഗമിക്കുന്നവരെ നിത്യത വരെ എത്തിക്കേണ്ട ഒരു കർത്തവ്യം. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ വിശുദ്ധീകരിച്ച് പറയുമ്പോൾ, എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾക്ക് തേജസ്സിന്റെ വാടാത്ത കിരീടം അതേ നിങ്ങൾ പ്രാപിക്കും. അപ്പൊ ഇതിനകത്തൊരർത്ഥമുണ്ട്. എല്ലാ ലീഡേഴ്സിലും വലിയ ലീഡറായ എല്ലാ ഇടയന്മാരിലും വലിയ ഇടയനായ, ആ വാക്ക ഉപയോഗിച്ചിരിക്കുന്ന ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ, മറ്റൊരു ഭാഗത്ത് മോസ്റ്റ് ഹൈ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ, പ്രിയരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അതിനേക്കാൾ വലിയൊരു ഇടയനില്ല എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വലിയ ഇടയനായ, ഇടയശ്രേഷ്ഠനായ കർത്താവിനെ കുറിച്ച് 1-2 വാക്കുകൾ പറയുമ്പോൾ, ആടിന്റെ ഞരക്കമറിയുന്ന ആ വ്യക്തിയാണ് ഇടയൻ. കൂരിരുട്ടിൽ കൂടെ ഇരിക്കുന്നവരാണ് ഇടയൻ. വഴി തെറ്റുന്നതിനെ നേരെ നടത്തുന്നവനാണ് ഇടയൻ. വടിയും കോലുമായി ആശ്വസിപ്പിക്കുന്നവനാണ് ഇടയൻ. ഒരിക്കലും വഴി തെറ്റിപ്പോകാതിരിക്കാൻ കൂടെ നടക്കും. ഇൻ കേസ് വഴി തെറ്റിപ്പോയാൽ 99 വിട്ടിട്ട് ഒന്നിനെ തേടി എത്തി അതേ അടുക്കൽ മാറോട് ചേർത്ത് പിടിക്കുന്നവനാണ് ഇടയൻ. മുടന്തിയതിനെ തള്ളിക്കളയുന്നവനല്ല, ചേർത്ത് പിടിക്കുന്നവനാണ് ഇടയൻ. ഇടയ ശ്രേഷ്ഠനൊരു പ്രത്യേകതയുണ്ട്. എവിടെയെങ്കിലും അടുത്തുപോയി തളർന്നുപോയി എന്ന് പറയുമ്പോൾ വഴി കാട്ടി ഇട്ടിട്ട് പോവുകയല്ല, മറിച്ച് മാറോട് ചേർത്തടയ്ക്കും. ഇടയൻ കൂടെ കൊണ്ടുപോകും. ഇടയൻ കൂടെ നടത്തും. ഇടയന്റെ കൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കും. ഏറ്റവും വലിയൊരു കാര്യമാണ് പറയുന്നത്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. ഞാൻ നല്ല ഇടയനാകുന്നു. ആ ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. കുഞ്ഞെ,
ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നീ എന്താ ചിന്തിക്കുന്നത്? നീ ഒറ്റയ്ക്കാണെന്നോ? നിനക്ക് ജീവിക്കണ്ടെന്നോ? ഇനി ആരുമില്ല എന്നോ? അല്ല കുഞ്ഞേ, ഈ ലോകത്തിൽ ആരൊക്കെ നിന്നെ കൈവിട്ടാലും കൈവിടാത്തൊരു ഇടയനുണ്ട്. ആടുകൾക്ക് വേണ്ടി ജീവനെ തരുന്ന ഒരു നല്ല ഇടയൻ. ഈ ഇടയൻ കൈവിട്ട് കളയത്തില്ല. നിന്റെ ആവശ്യങ്ങളിൽ കൂടിയിരിക്കുകയും നിന്നെ നടത്തുകയും മാത്രമല്ല, ഈ ലോക ജീവിതം കഴിഞ്ഞ് നിന്നെ നിത്യത വരെ എത്തിക്കുന്ന ഇടയൻ. ഈ ഇടയനാ പറഞ്ഞത്, ഞാൻ പോകുന്നത് പ്രയോജനം. ഞാൻ പോയി സ്ഥലമൊരുക്കാൻ പോവുക. ഞാൻ സ്ഥലമൊരുക്കിയിട്ട് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും നിങ്ങളുടെ അടുക്കൽ വന്ന് എൻ്റെ അടുക്കൽ നിങ്ങളെ ചേർക്കും. ഹല്ലേലൂയ. നല്ല ഇടയനായ ക്രിസ്തു, വഴിയിലിട്ടിട്ട് പോകാത്തവൻ, വഴി തെറ്റിപ്പോകുമ്പോൾ കൂടെ വന്ന് വഴി കാട്ടിയായി കൂടിരിക്കുന്നവൻ, കൂരിരുൾ താഴ്വരയിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാതെ വഴികാട്ടിയെ പ്രകാശമായി മാറുന്നവൻ, നല്ല ഇടയൻ. കുഞ്ഞേ, ഇവിടെ പത്രോസ് പറയുന്നതിന്റെ ആത്മീയ അർത്ഥത്തിലേക്ക് വരട്ടെ. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഈ ലോകത്തിലെ കിരീടങ്ങളൊക്കെ വാടും. മറ്റൊരർത്ഥം ഇതിനുണ്ട്. ഇവിടെ നീ നിന്ദിക്കപ്പെടുന്നത്, ഇവിടെ വേദനപ്പെടുന്നത്, ഇവിടെ നിനക്ക് അർഹമായ പ്രാധാന്യം കിട്ടാത്തത്, അർഹമായ വില കിട്ടാത്തത്, നീ ചെയ്യുന്നതിന് അർഹമായ പ്രാധാന്യം കിട്ടാത്തത്, ഹല്ലേലൂയ, അർഹമായൊരു വില, അർഹമായ പ്രാതിനിധ്യം നിന്റെ ചെയ്തികൾക്ക് കിട്ടാത്തത്, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ഇത് അറിയുന്നൊരു ഇടയനുണ്ട്. ആ ഇടയ ശ്രേഷ്ഠൻ നിനക്ക് വേണ്ടി പ്രത്യക്ഷനാകും. ഇടയ ശ്രേഷ്ഠൻ നിനക്ക് വേണ്ടി പ്രത്യക്ഷനാകും. ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം, ഈ ലോകത്തിൽ അനുഭവിച്ച വേദനയ്ക്ക്, ഈ ലോകത്തിൽ അനുഭവിച്ച നിന്ദയ്ക്ക്, ഈ ലോകത്തിൽ നീ ഒറ്റപ്പെട്ടതിന്, മാറ്റി നിർത്തിയതിന്, അവിടെയൊക്കെ നീ മിണ്ടാതിരുന്ന് സഹിച്ചതിന്, ഇടയ ശ്രേഷ്ഠന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരുന്നതിന്, എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. മടുത്തു പോകരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള ഉപദ്രവം നേരിട്ടവനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. ലേഖനം പറയുന്നു, അവന്റെ പേര് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരും. ഈ ഇടയന്റെ പേരെങ്ങനെ? ദി ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ദൈവം, പൂർത്തി വരുത്തുന്നതിനുമായ യേശു കർത്താവ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള ഉപദ്രവം നേരിട്ടവനെ ഹൃദയത്തിൽ ധ്യാനിക്കണം. ഒരിടയൻ നിനക്ക് വേണ്ടിയുണ്ട്. ജീവൻ തന്ന ഇടയനുണ്ട്. നമുക്ക് വേണ്ടി ജീവൻ തന്ന ഒരുവൻ, നമുക്ക് വേണ്ടി പ്രാണൻ തന്ന ഒരിടയൻ. ഇടയൻ പ്രത്യക്ഷനാകുമ്പോൾ നിന്റെ വേദനയും നിന്റെ സങ്കടവും പറഞ്ഞ് പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം നിന്നെ ധരിപ്പിച്ച് കൂടെ ഇരുത്തുന്നവർ, കൂടെ വാഴുവാൻ, കൂടിരുന്ന് വാഴുവാൻ നിന്നെ പദവി തരുന്ന ഒരുവൻ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എല്ലാവരെയും ഓർക്കുന്നു. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്നവരെ ആത്മാവിൽ ഉറപ്പിക്കുന്നു. ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്നതിനായി നന്ദി. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കും. ആത്മാവിൽ ബലപ്പെടുത്തി തൃക്കരകളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മാനവബോധത്തോടും നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കൃപയ്ക്കുള്ളിൽ മറയാം. God bless you and walk with Jesus. Amen. Thank you.